പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീകാന്തും ചന്ദ്രശേഖരനും അയച്ച ഗുണ്ടകൾ രാജുവേട്ടനെയും ജോസഫിനെയും ഇടിച്ചിട്ട് അനിയൻകുട്ടനെ പിടിച്ച് കാറിൽ കയറ്റുകയാണ്. അപ്പോഴേക്കും വിക്രവും വേദയും അവിടെ എത്തി. അങ്ങനെ എല്ലാവരും ചേർന്ന് ഗുണ്ടകളെ ഇടിക്കുകയാണ്. വേദയ്ക്ക് ആകുന്ന സഹായങ്ങളെല്ലാം വേദയും ചെയ്യുന്നുണ്ട്. ഇടി നടക്കുന്നതിനിടയിൽ ജോസഫും വേദയും ഗുണ്ടകളുടെ കാറിൽ നിന്ന് അനിയൻകുട്ടനെ അവരുടെ കാറിൽ കയറ്റി. അങ്ങനെ ഗുണ്ടകളെ മുഴുവനും അടിച്ചോടിച്ച ശേഷം വേദയും വിക്രവും അവരോട് പറഞ്ഞു, കുറച്ചുകാലം ഞങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പോവുകയാണ്. അനിയൻകുട്ടനെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വിക്രവും വേദയും അനിയൻകുട്ടനെയും കൂട്ടി അവിടെ നിന്ന് പോയി. അവർ പോയപ്പോൾ തന്നെ സിയയും കൂട്ടരും അവിടെ എത്തുകയാണ്. എന്നിട്ട് ജോസഫിനെയും രാജുവേട്ടനെയും അവർ അവിടെ നിന്ന് കൊണ്ടുപോയി. പോലീസുകാർ അവരെ കൊണ്ടുപോയത് ചന്ദ്രശേഖരൻ്റെയും ശ്രീകാന്തിൻ്റെയും അടുത്തേക്കായിരുന്നു. എവിടേക്കാണ് വിക്രവും വേദയും പോയതെന്ന് അവർ ജോസഫിനോടും രാജുവേട്ടനോടും ചോദിച്ചു. പക്ഷേ രണ്ടുപേർക്കും അറിയില്ല എന്നായിരുന്നു മറുപടി. അറിഞ്ഞാലും അവരത് പറയില്ല എന്ന് പറഞ്ഞതോടെ ശ്രീകാന്ത് ജോസഫിനെയും രാജുവേട്ടനെയും തല്ലുകയും എല്ലാവരും ചേർന്ന് അവരെ അവിടെ കെട്ടിയിടുകയും ചെയ്തു. ശങ്കരൻ മാഷിനെ വിളിക്കുകയാണ്. വിക്രം അവിടെയാണ് ഒളിച്ചു കഴിഞ്ഞതെന്നും ശങ്കരന് അതിൽ വിഷമമൊന്നുമില്ലെന്നും വേദയായിരുന്നു ശരിയെന്നും ഇവിടെ വളർത്തിക്കൊണ്ടിരുന്നത് ഒരു വിഷപ്പാമ്പിനെ ആയിരുന്നുവെന്നും മാഷിനോട് ശങ്കരൻ പറയുകയാണ്. ശുചീന്ദ്രത്ത് വെച്ച് മാഷിനെ തട്ടിക്കൊണ്ടുപോയത് എൻ്റെ മകനാണെന്ന് വേദ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അതിന് ഞാൻ മാഷിനോട് ക്ഷമ ചോദിക്കുകയാണ്. ശ്രീകാന്താണ് തെറ്റ് ചെയ്തതെങ്കിൽ അവൻ തന്നെ ശിക്ഷ അനുഭവിക്കണം. അതിനുള്ള തെളിവുകളുമായി എൻ്റെ മകൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് പോയത്. അത് കഴിഞ്ഞു വേണം നമ്മൾ ഇരു വീട്ടുകാരും തമ്മിൽ ഇത്രയും നാളും ഇല്ലാതെ പോയ ആ സ്നേഹം തിരിച്ചു പിടിക്കാൻ, ശങ്കരൻ മാഷിനോട് പറഞ്ഞു. ശ്രീകാന്ത് വർഷയെയും കുഞ്ഞിനെയും കൂട്ടി വർഷയുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് ശങ്കരനോട് പറയുകയാണ്. ശങ്കരൻ അത് തീരെ വകവയ്ക്കുന്നില്ല. അച്ഛനിപ്പോൾ വേദ പറയുന്നതാണ് വിശ്വാസം എന്നെനിക്കറിയാം. അവനെ ഇവിടെ താമസിച്ചു എന്ന സത്യം എല്ലാവരും അറിയുമെന്ന് ഉറപ്പായപ്പോൾ അവൾ പറഞ്ഞ കള്ളമാണ് അതെല്ലാം. ശ്രീകാന്ത് പറയുന്നത് കേട്ട് ദീപ്തി ചോദിച്ചു, വീണ്ടും എന്തിനാണ് ശ്രീയേട്ടൻ നുണ പറയുന്നത്? എല്ലാം എല്ലാവർക്കും ബോധ്യമായി. ഇത്രയും കാലം എല്ലാവരെയും വിഡ്ഢികളാക്കി അവൻ ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ശ്രീകാന്ത് വർഷയും കൂട്ടി പോവുകയാണ്. രാജുവേട്ടനെയും ജോസഫിനെയും പോലീസുകാർ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്നും പക്ഷേ സ്റ്റേഷനിലേക്കല്ല കൊണ്ടുപോയിരിക്കുന്നത് എന്നും സജീവ് വിക്രമിനോടും വേദയോടും പറയുകയാണ്. എന്തായാലും ഈ കാര്യം നാളെ ശ്രീനിവാസനെ അറിയിക്കുന്നുണ്ടെന്നും തൽക്കാലം വിക്രവും വേദയും അനിയൻകുട്ടനെയും കൂട്ടി ഇടുക്കിയിലേക്ക് പോകാനും സജീവ് പറയുകയാണ്. കൂടാതെ ഒരു മൊബൈൽ ഫോണും കുറച്ച് പൈസയും സജീവ് വിക്രമിന് കൊടുത്തു. അങ്ങനെ രാത്രി നമുക്ക് ഒരുമിച്ചിറങ്ങാം എന്ന് പറഞ്ഞ് സജീവ് പോവുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബായ്.